നമുക്ക് കിട്ടിയ ഓർഡർ ഒരു മെർമെയ്ഡ് തീം കേക്കായിരുന്നു. പിസ്ത ഫ്ലേവർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പിസ്ത ഫ്ലേവറാണ്. എനിക്ക് കിട്ടുന്ന ഓർഡേഴ്സൊക്കെ പിസ്ത ഫ്ലേവർ ആയിരിക്കും. അല്ലാതെ ഞാനായിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോഴാണ് വേറെ ഫ്ലേവറും അല്ലാതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. അപ്പം ഈ ഒരു കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതെനിക്ക് ഒത്തിരി ടെൻഷൻ തന്നിട്ടുള്ളൊരു കേക്കാണ്. കാരണം ഞങ്ങൾ ആദ്യം ഫിക്സ് ചെയ്തിരിക്കുന്നത് വൺ ലെയർ ആയിരുന്നു. അപ്പം ബർത്ത്ഡേയുടെ തലേദിവസം വിളിച്ചിട്ട് അതൊരു 2 ലെയർ ആക്കാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിച്ചു. കാരണം ആ കൊച്ചിന് ബിഗ് കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പിള്ളേരൊക്കെ ഓരോരോ ആഗ്രഹം പറയുമ്പോൾ നമുക്കത് സാധിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ സാധിച്ചു കൊടുക്കണം എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ഞാനും കരുതി എന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അങ്ങനെ സെക്കൻഡ് ലെയർ ഞാൻ തലേദിവസമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ പോലും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം നല്ല ടെൻഷനിലും അതുപോലെ സമയമില്ലാതെ പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒത്തിരി ടൈം വേണം. അല്ലാതെ പെട്ടെന്ന് ചെയ്യണേ എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ അത്ര കംഫർട്ടല്ല. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കേണ്ടെന്ന് വെച്ചു. അങ്ങനെ സെക്കൻഡ് ലെയർ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും ഏകദേശം പുലർച്ചെ 1:15 ആയി കേട്ടോ. അതിനിടയ്ക്കാണെങ്കിൽ ഞാൻ കുറച്ച് ഫോണ്ടൻറ്റ് യൂസ് ചെയ്തിട്ട് വർക്കും ചെയ്തു വെച്ചു. അങ്ങനെ ഒരു 1:30-2 മണിയോടായപ്പോഴത്തേക്കും ഞാൻ കിടന്നുറങ്ങി. പുലർച്ചെ 4 മണി അങ്ങനെ ആയപ്പോൾ എഴുന്നേറ്റിട്ട് ബാക്കി ഡെക്കറേഷൻ വർക്കൊക്കെ ചെയ്തു കേട്ടോ. അപ്പം എങ്ങനെയായിരിക്കും, കാരണം നമ്മൾ ഒത്തിരി ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യാനോ അങ്ങനെയൊന്നും രണ്ടാമത്തെ ലെയറിന് കിട്ടിയില്ല. അപ്പം ഇത് ഫോണ്ടൻ്റൊക്കെ താഴെ വീഴുമോ അങ്ങനെയൊക്കെ കുറേ ടെൻഷനിലായിരുന്നു ഈ ഒരു കേക്ക് ഉണ്ടാക്കിയത്. പക്ഷേ കേക്ക് സൂപ്പറായിരുന്നു. അവർ വിളിച്ചിട്ട് റിവ്യൂ തന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുപോലെ ഫോണ്ടൻ്റ് ആണെങ്കിലും താഴെ വീഴുകയൊന്നും ചെയ്തിട്ടില്ല. സോ ഈ ഒരു മോഡൽ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.